പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് CNC മില്ലിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു മില്ലിംഗ് മെഷീനാണ്, VMC വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പക്കയാണ്. നമുക്കിവിടെ ടൂൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ലൈബ്രറി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്കതിൻ്റെ ഒരു വ്യൂ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു 22ഓളം ടൂളുകൾ ഹോൾഡ് ചെയ്യുന്നൊരു ലൈബ്രറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എന്താ പറയുക, ബെഡ് ഉണ്ട്. എല്ലാം നമ്മൾ എന്താണോ മില്ലിംഗ് മെഷീനിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാക്റ്റ് CNC മില്ലിംഗ് മെഷീൻ തന്നെയാണ്, VMC വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് കുറേയധികം ആപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ട്. ഇവിടെ കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വർക്കിംഗ് ആയിട്ട് നമുക്ക് അറിയില്ല, പക്ഷേ നമ്മളിത് വർക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ സിമുലേഷൻ എത്രത്തോളം പക്കയാണ് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഡോറ് വരെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഡോർ കണ്ടോ, ഇത് ഡോർ ക്ലോസ് അതിൻ്റെ ഓപ്പൺ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു 3 ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൗണ്ടിൽ നമുക്ക് സംഭവം കാണാൻ സാധിക്കും. ഓക്കെ, അതിനകത്ത് ആദ്യത്തത് ഇവിടെ ഒരു മെമ്മറി കാർഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ ഫയലിലേക്കാണ്, എക്സാമ്പിൾ ഫയലിലേക്ക് വരും. അതുപോലെ തന്നെ തൊട്ട് മുന്നിൽ കാണുന്ന ഫയലും ഉണ്ട്. ഇത് രണ്ടും ഫയൽ തന്നെയാണ്, പക്ഷേ നമുക്ക് രണ്ടിനും രണ്ട് ഉപയോഗമാണ്. അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു അതിൻ്റെ തൊട്ടപ്പുറം ഒരു പേജ് കിടപ്പുണ്ട്. ഇത് ന്യൂ പേജാണ്. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് വരാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് അടുത്ത കാണിച്ചു, ഇത് വർക്ക് ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ, വർക്കിൻ്റെ സൈസും കാര്യങ്ങളും പാരാമീറ്റർ സൈഡിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ ഇതിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. നമുക്കിത് ഓഫ്സെറ്റുകൾ സെൻറ്ററിൽ വേണമെങ്കിലും കോർണറിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ നമുക്ക് എസ്കേപ്പ് അടിക്കാം. അതിൽ നിന്ന് നമ്മൾ അടുത്തതിന് ടൂൾ ഹൈറ്റിലേക്കാണ്. ടൂൾ ഹൈറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ടൂൾ പാരാമീറ്റർ, ടൂളിൻ്റെ നമ്പർ, മിൽ ടൈപ്പ്, അതുപോലെ അത് ഫ്ലാറ്റ് ആണോ ബോളാണോ ഏത് എൻമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്, അത് സോളിഡ് ആണോ ഇൻസേർട്ടഡ് ടൈപ്പ് ആണോ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ വർക്ക്, അതായത് അതിൻ്റെ ഡയമീറ്റർ എത്ര വേണം, ടൂളിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ഓഫ്സെറ്റ് ഹൈറ്റ്, അതുപോലെ അതെല്ലാം നമുക്ക് സെറ്റായി വരുന്നത്. അതുപോലെ നമുക്ക് ടൂളിൻ്റെ റേഡിയസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്ഷൻ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്കതും ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ കാണിച്ചായിരുന്നു. ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വാല്യൂ നമുക്ക് ടൂൾ ചേഞ്ചിങ്ങിൻ്റെ ഒരു കമാൻഡ് കൊടുക്കാം. ജസ്റ്റ് ടൂൾ ചേഞ്ച് ചെയ്ത് നമുക്കിവിടെ അത് ടൈപ്പ് ചെയ്യാൻ ഇവിടെ റൈറ്റിൽ നമുക്ക് ഇൻറ്റു മാർക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഇത് ബട്ടൺ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൂൾ ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡ് അടിച്ചിട്ടുണ്ട്, M06 ടൂൾ നമ്പർ 2. നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ മേളിൽ NC3Dയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ നമ്മുടെ പ്ലേ ബട്ടൺ ഉണ്ട്. ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ചേഞ്ച് ആവും. ഇത് ആം ടൈപ്പിലാണ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യണം. നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്ത് നമുക്കിവിടെ നമുക്കൊരു എൻഡിങ് ബ്ലോക്ക് കൊടുത്ത് നമുക്കതൊരു സ്പിൻഡിൽ ഇറക്കാനുള്ള കമാൻഡ് ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ അടിക്കുക. സ്പിൻഡിൽ ഇറങ്ങാനുള്ള കമാൻഡ് M03 എസ് സ്പേസ് അടിക്കുക. എസ് ഒരു 2500 നമ്മൾ കൊടുത്തു. 2500 എൻഡ് ഓഫ് ബ്ലോക്ക്. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുക. നേരെ ഇവിടെ വരിക, നേരെ ടെക്സ്റ്റിൽ തന്നെ കിടക്കുക. ഇത് നമ്മളിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ടൂൾ ചേഞ്ച് നടന്നു. അതുപോലെ തന്നെ സ്പിൻഡിൽ റൊട്ടേഷൻ സ്റ്റാർട്ടായി. ഉണ്ടോ, സ്പിൻഡിൽ ഇറങ്ങാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കമാൻഡ്സ് കാര്യങ്ങൾ, ഇതൊരു ഫാനൂക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സ്പിൻഡിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള കമാൻഡ് ഇത് ഞാൻ ടെക്സ്റ്റ് വരുന്ന ഏരിയയും ക്ലോസ് ചെയ്തു. ഇതിനൊക്കെ ലെഫ്റ്റ് സൈഡിൽ അടുത്തത് ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഈ ആംഗിൾ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ വാല്യൂ XYZൻ്റെ പ്ലെയിൻ ആ ബ്ലൂവും റെഡും ലൈനും കളയാനാണ് ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തത്. രണ്ടാമത്തെ ടൂള് താഴേക്ക് വരുമ്പോൾ Z വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും, ടൂളിൻ്റെ മൂവ്മെൻറ്റിൽ. അതാണ് രണ്ടാമത് വരുന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ. അതിന് തൊട്ട് താഴെ വരുന്നത് ഒരു മെഷീൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് മെഷീൻ ഹൈഡായിട്ട് വർക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കാനുള്ള സ്വിച്ചാണ്. അതിനുശേഷം ഇവിടെ വ്യൂ ആണ്. 3 ടൈപ്പ് വ്യൂ ഉണ്ട്. അതിൽ ഫസ്റ്റ് വ്യൂവിൽ നമുക്ക് ഏത് ആക്സിസിൽ വേണേലും നമുക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ട് അല്ലെങ്കിൽ ഇത് നമുക്ക് തിരിക്കാനും മറ്റുമായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്താണ് നമുക്കത് മൂവ് ചെയ്യിക്കാൻ സാധിക്കില്ല. അതൊരു അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് പൊസിഷനിൽ നിൽക്കുകയുള്ളൂ. അത് മൂന്നാമത്തെ സെയിം തന്നെയാണ്. നമ്മൾ ടോപ്പ് വ്യൂ എന്നുള്ളൊരു വ്യൂ പോലെ നിൽക്കും. അങ്ങനെ 3 വ്യൂസാണ് വരുന്നത്. പിന്നെ പാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഓണാക്കി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് നോക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ നമുക്ക് ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാനുള്ളൊരു ഓപ്ഷനാണ് ഏറ്റവും ലാസ്റ്റത്തെ സെക്കൻഡ് ലാസ്റ്റ് വേണമെന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സൂം ചെയ്യാനും സൂം ഇന്നും സൂം ഔട്ടും ആണ്. ഓക്കെ, ഇത്ര സാധനമാണ് വരിക. പിന്നെ സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ കിടപ്പുണ്ട്. ഇനി റൈറ്റിലേക്ക് വരുമ്പോൾ അത് ഇംഗ്ലീഷ് മെട്രിക് സിമുലേഷൻ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് മാറ്റാം. അതുപോലെ മെട്രിക് ആണെങ്കിൽ മെട്രിക് ഇഞ്ചായിട്ട് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് ഓക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡോർ ക്ലോസ് ഡോർ ഓപ്പൺ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് NCCD എന്ന് പറഞ്ഞിട്ട് 3D എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല, അതവിടെ ഓഫായി കിടക്കും. ഓക്കെ, പിന്നെ വരുന്നത് പ്ലേ ബട്ടണാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ കഴിഞ്ഞ് പോസ് ചെയ്യാനുള്ളതും സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്വിച്ചും ഉണ്ട്. അതിപ്പോൾ ഹൈഡാണ്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഈ രണ്ടാമത് കാണുന്നത് നമുക്കിത് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ബ്ലോക്ക് ഓൺ ചെയ്ത് 1 by 1 ആയിട്ടുള്ള ബ്ലോക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറം കിടക്കുന്ന ഒരു ലൗഡ് സ്പീക്കറിൻ്റെ സിമ്പിൾ കിടപ്പുണ്ട്. അത് നമുക്ക് വോയിസ് ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കട്ടിങ് ഒക്കെ നടത്തുമ്പോഴുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വോയിസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്തൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എടുത്തൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യാണ്. മൈ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ കൊടുത്തു, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യിക്കാം. അതിന് മുമ്പ് ഞാനിതിൻ്റെ ഒരു വ്യൂ ഒന്ന് കൂട്ടിയിടുകയാണ്. അപ്പോൾ റൺ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്യാൻ പോവാണ്. റോള് ചേഞ്ച് ചെയ്തു, നേരെ താഴെ വരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സെൻറ്ററിലുള്ള പിങ്ക് ലൈനുള്ള അതാണ് നമ്മൾ ഈ പറഞ്ഞ ടൂളിൻ്റെ ലൈനാണ്. നമ്മൾ ഓഫ് ചെയ്തിടാം, ഓണാക്കിയിടാം. ഇതൊരു റെക്റ്റാങ്കിൾ പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ സിമുലേഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കി, എത്ര പെർഫെക്റ്റാണെന്ന് നോക്കി. ഇത് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. വർക്ക് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ പോയി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യുന്ന സംഭവമാണ്. ഈ ടൈപ്പും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നമ്മൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെക്ഷനായിട്ട് പഠിക്കാം. ഞാനപ്പോൾ ഇതിൻ്റെ ഓരോരോ സെക്ഷൻ 1 by 1 ആയിട്ടുള്ളത് ഇത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരെ ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിനി ഇത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലൂടെ ആപ്പുണ്ട്. CNC മില്ലിംഗ് സിമുലേറ്റർ കൂടെ കാണാൻ സാധിക്കും. ഇതാണ് എൻ്റെ സിമ്പിൾ വരുന്നത് കേട്ടോ. നമ്മളത് ഓപ്പൺ ചെയ്യുക. അത് CNC മില്ലിംഗ് സിമുലേറ്റർ വിർച്വൽ ലബോറട്ടറീസിൻ്റെയാണ്. ഇവരുടേതാണ്, നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അവരുടെ ലെയ്ത്ത് ഉണ്ട്, CNC ലെയ്ത്ത്. ഇപ്പോൾ മില്ലിങ് അപ്ഡേറ്റഡ് ആണ്. കുറച്ച് ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം, എവിടെയൊക്കെയാണ് പ്രോബ്ലം ഉള്ളതെന്നുള്ളതൊക്കെ. ഏതായാലും നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടുന്ന് നേരെ ഓപ്പൺ കൊടുത്ത് നമ്മൾ നമ്മുടെ പഴയ പേജിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. ഫുൾ വീഡിയോ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.